പൂക്കൾ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന പ്രിയ ഷെല്ലിയുടെ അതിമനോഹരമായിട്ടുള്ള പൂന്തോട്ടമാണ്. ഇന്നത്തെ വീഡിയോ പൂച്ചെടികൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാട്ടിൽ പ്രിയയുടെ വീട് വന്നിട്ട് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ പാലയിലാണ് താമസിക്കുന്നത്. അതുപോലെ ഹസ്ബൻഡിൻ്റെ വീട് വന്നിട്ട് ചേർത്തലയിലാണ്. ഇപ്പം ന്യൂയോർക്കിലാണ് താമസമാക്കിയിരിക്കുന്നത്. പ്രിയയും ഹസ്ബൻഡും മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രിയ വന്നിട്ട് രജിസ്റ്റേർഡ് നേഴ്സായിട്ടും അതുപോലെ ഹസ്ബൻഡ് നേഴ്സ് അഡ്മിനിസ്ട്രേറ്ററായിട്ടും വർക്ക് ചെയ്യുകയാണ്. 2 കുട്ടികളാണുള്ളത്. പൂക്കളെയും ചെടികളെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ദമ്പതികളാണ്. അതുകൊണ്ട് തന്നെ ഗാർഡനിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പച്ചക്കറി കൃഷിയുമുണ്ട്. അപ്പം നമുക്ക് ആ കാഴ്ചകളെല്ലാം കാണാം. ന്യൂയോർക്കിൽ വന്നിട്ട് 6 മാസത്തോളം നല്ല തണുപ്പാണ്. തണുപ്പ് മാത്രമല്ല, നല്ല പോലെ മഞ്ഞ് വീഴുകയും ചെയ്യും. ആ സമയത്തും ബൾബ് ഉപയോഗിച്ച് നടുന്ന ചെടികൾ, പ്രത്യേകിച്ച് ലില്ലിയാംസ് പോലുള്ള ചെടികൾ വന്നിട്ട് മണ്ണിൻ്റെ അടിയിൽ ആ ബൾബ് ഉറഞ്ഞു കിടക്കുകയും 6 മാസം തണുപ്പിന് ശേഷം സ്പ്രിംഗ് ടൈമിൽ എല്ലായിടത്തും ആ ചെടികൾ വളർന്ന് പൂക്കൾ കൊണ്ട് നിറയും. ഈ കാണുന്നത് പിയോണി ഫ്ലവേഴ്സാണ്. ഇത് വന്നിട്ട് നല്ല വലുപ്പം വെക്കുന്ന വലിയ പൂക്കളാണ് വരുന്നത്. മലയാളികൾ എവിടെ ചെന്നാലും നല്ല മനോഹരമായിട്ടുള്ള ഗാർഡൻ സെറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടും അല്ലെങ്കിൽ കാലാവസ്ഥയുടെ പ്രത്യേകതകൾ കൊണ്ടുമാണ് ഈ ഒരു ചെടികൾ നല്ല മനോഹരമായിട്ട് അവിടെ വളർന്നു വരുന്നത്. നമ്മുടെ ചാനലിൽ എല്ലാത്തരം ഗാർഡൻ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വെളിയിലാണെങ്കിലും ഇന്ത്യയുടെ പുറത്താണെങ്കിലും ഒക്കെയുള്ള മലയാളികൾ കഷ്ടപ്പെട്ട് നല്ലപോലെ വളർത്തിയെടുക്കുന്ന കൃഷിയിടങ്ങളും അതുപോലെ തന്നെ പൂന്തോട്ടവും കാണിക്കാൻ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ ഈ ഒരു ചാനലിലൂടെ കാണിക്കുകയാണ്. പ്രിയ പറയുന്നത് മറ്റ് ഫ്ലവറിങ് പ്ലാന്റ്സിനേക്കാളും ഏറ്റവും ആയുസ്സുള്ളത് റോസിനാണെന്നാണ്. കുറേ ഏറെ കാലം വാടാതെ നിൽക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പ്രിയ ചെടികളെല്ലാം കൂടുതൽ നട്ടിരിക്കുന്നത് ചട്ടികളിലാണ്.
അതുകൊണ്ട് തന്നെ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് അനുസരിച്ച് വെക്കുകയും പൂക്കൾ വരുന്നതനുസരിച്ച് മാറ്റി വെക്കുകയും ചെയ്യാറുണ്ട്. ഡാഫഡിൽസ്, ക്രോക്കസ്, തൂലിപ്സ്, ലില്യാംസ് ഇതിൻ്റെയൊക്കെ ബൾബുകളാണ് നടുന്നത്. ഒക്ടോബർ നവംബർ മാസമാണ് ബൾബ് നടുന്നത്. നല്ല തണുപ്പ് സമയത്ത് ഈ ബൾബ് മണ്ണിനടിയിൽ കിടക്കുകയും അത് ആ ഒരു ബൾബ് നശിച്ച് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും സ്പ്രിംഗ് ടൈം ആകുമ്പോഴത്തേക്ക് നല്ല പോലെ പൂക്കൾ തരികയും ചെയ്യും. ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് കൊണ്ട് വെള്ളം കെട്ടിക്കിടക്കാതെ സൂക്ഷിക്കുക. അമേരിക്കയിലായതുകൊണ്ട് തന്നെ അവിടെ പോട്ടിംഗ് മിക്സിന് പ്രത്യേകം സോയിൽ വാങ്ങിക്കാൻ കിട്ടും. അതിൽ കമ്പോസ്റ്റും എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ അടങ്ങിയിട്ടുണ്ടാകും. റോസിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ട് മിറക്കിൾ ഗ്രോ ലിക്വിഡ് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്. ആഴ്ചയിൽ 2 തവണ ഇത് കൊടുക്കും. റോസ് ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടായതിന് ശേഷം നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നാൽ മാത്രമേ നിറയെ പൂക്കൾ വരികയുള്ളെന്നാണ് പ്രിയ പറയുന്നത്. തണുപ്പ് സമയത്ത് റോസ് കട്ട് ചെയ്ത് നിർത്തും. ഇലകൾ കൊഴിഞ്ഞ് ആ സമയം പൂക്കളൊന്നും കാണില്ല. പ്രിയ പറയുന്നത് നാട്ടിലെ റോസിനേക്കാളും നല്ല മണമുള്ള റോസാണ് അമേരിക്കയിലുള്ളത്. അതുപോലെ തന്നെ ഡേവിഡ് ഓസ്റ്റിൻ എന്ന കമ്പനിയുടെ ഇംഗ്ലീഷ് റോസസ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് ഓൺലൈൻ വഴിയാണ് പ്രിയ വാങ്ങിച്ചിരിക്കുന്നത്. റോസിൻ്റെ കെയർ മുഴുവൻ ഹസ്ബൻഡാണ് നോക്കുന്നത് പ്രിയയുടെ. പ്രിയയ്ക്ക് ഇഷ്ടം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നാടൻ പൂക്കളോടാണ് ഇഷ്ടം. സീനിയ, ബന്ദി, വാടാമല്ലി, നാലുമണി ഇവയൊക്കെ ഗാർഡനെ മനോഹരമാക്കുമെന്നാണ് പ്രിയ പറയുന്നത്. ഇവയെല്ലാം വർഷം മാറി മാറി വയ്ക്കാറുണ്ട്. പെറ്റൂണിയ പല കളറിൽ നിറയെ പൂക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ പ്രിയയ്ക്ക് പച്ചക്കറി കൃഷിയും ഉണ്ട്. അത് ചീര, പുതിന, പാവൽ, ബീൻസ്, വെണ്ട, പടവലം, വഴുതന, പയർ, കുക്കുംബർ, വെള്ളരി, മത്തൻ, കേലെ, പലതരത്തിലുള്ള മുളകുകൾ, കറിവേപ്പില, തക്കാളി എന്നിവ കൃഷി ചെയ്യാറുണ്ട്. കുറച്ചു മാസമേ ഉള്ളൂ എങ്കിലും ചെടികളും പച്ചക്കറികളുമൊക്കെ നന്നായി വളരും. നല്ല മണ്ണാണ്. മണ്ണിൽ ധാരാളം മണ്ണിരകൾ കാണാൻ സാധിക്കും. ചീരയും പുതിനയും എല്ലാ വർഷവും തണുപ്പ് മാറുമ്പോൾ തിരിച്ചു വരും. 10 വർഷത്തിന് മുകളിലുള്ള കറിവേപ്പിലയുണ്ട്. തണുപ്പ് സമയം 6 മാസം വീടിനുള്ളിലാണ്. അത്യാവശ്യം സൺലൈറ്റ് വിൻഡോ വഴി കിട്ടും. കറിവേപ്പില പൊങ്ങിപ്പോകാതിരിക്കാൻ നന്നായി വളരാനും ഇടയ്ക്ക് കമ്പുകളൊന്ന് കോതി വിടാറുണ്ട്. 1-2 വർഷം കൂടുമ്പോൾ റീപോർട്ട് ചെയ്യും. ചുവട്ടിൽ ധാരാളം തൈകൾ ഉണ്ടാവാറുണ്ട്. മുട്ടത്തോട് ഇഷ്ടം പോലെ ഇട്ടുകൊടുക്കാറുണ്ട്. ചെടികളുടെയും പൂക്കളുടെയും കൂടെ എത്ര സമയം ചെലവഴിച്ചാലും പ്രിയയ്ക്കും ഹസ്ബൻഡിനും മടുക്കാറില്ല. അത്ര സന്തോഷമാണ്. ഓറഞ്ചും മഞ്ഞ കളറിലുള്ള ചെമ്പരത്തിയുമുണ്ട്. തണുപ്പാകുമ്പം വീടിനുള്ളിലാണ് വയ്ക്കാറ്.
നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ടായെന്ന് അറിയാതെ ആഗ്രഹിച്ചു പോവുകയാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.